ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇവിടെ ഭയങ്കര ഒച്ചപ്പാടാണ്ട. മൈക്കൊക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ മൈക്കിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അവിടെ മൈക്ക് വെക്കാത്ത എൻ്റെ പൊന്നെ എങ്ങനെയാണത് അഴീക്കോട് മൊനക്കൽ ബീച്ചിൽ കണ്ട. ഗായ്സ്, അപ്പോൾ അവിടെ നല്ല തിരക്കാണ്. ചേച്ചിയും കൊച്ചുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ചവിട്ടിപ്പോ ഈ വെളിച്ചത്തിൽ തന്നെ കാണാൻ ഞങ്ങളുടെ നല്ല ഭംഗിയില്ലേ. ഇതുപോലെ ഒരു വെളിച്ച സ്ഥിരമായിട്ട് എൻ്റെ മറ്റേ സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. നോക്കിയേ, നല്ല തിളക്കൂലേ. നേരത്തെ കണ്ട ഗോറിലുണ്ടോ, കുറച്ചും കൂടെ അടുത്ത് കാണാൻ പറ്റാണ്ട് ചെണ്ട കൊട്ടിക്കൊണ്ടിരിക്കണം ആശാൻ. എൻ്റെ അപ്പുറത്ത് കാണാൻ ജയൻ വീല് കയറണണ്ട. അതിനകത്ത് നമുക്ക് മൂന്നിരിക്കും കയറാട്ടോ. ആ ജയൻ വീലിൽ എനിക്ക് റൈഡിലും കയറണമെന്നില്ല, പക്ഷേ ആ ജയൻറ്റ് വീലിൽ എനിക്ക് എന്തായാലും കയറണമെന്നുണ്ട്. കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ജയൻറ്റ് വീലിൽ കയറാന്നുള്ളത്. അത് ഞാൻ പൂർത്തിയാക്കും. ആ ഓക്കെ, ചേച്ചിയുടെ ആഗ്രഹമാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പൂർത്തിയാക്കും. വലിയ കാട്ട പറഞ്ഞ തലയാട്ടുന്നു ചെണ്ടന്നു, തലേന്നു ചെണ്ട കൊട്ടുന്നു. ജയൻറ്റ് വീലിൽ കയറാൻ ഭയങ്കര തിരക്കാണെന്ന് തോന്നുന്നുണ്ടോ? അവിടെ ഭയങ്കര ക്യൂ കാണുന്നുണ്ട്. ജയൻറ്റ് വീലിൽ കയറാൻ ഒടുക്കത്തെ തിരക്കുന്നുണ്ടോ? ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഉച്ചക്കഴിഞ്ഞ് ദഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ കൂടി പുറത്തു വരും. അവിടെ കറങ്ങണ സാധനം കണ്ട എൻ്റെ പൊന്ന്, ജ്യൂസ് പുറത്ത് നമ്മുടെ കറങ്ങി വരുമ്പോഴേക്കും. ഇതിനകത്ത് കയറാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കും. ഇത്രയും പേരും കൂടി ഒരൊറ്റ വീലിൽ കയറുമെന്ന് തോന്നണം. കയറണേ കൊള്ളായിരുന്നു. ഇത് കണ്ടില്ല എന്ത് തിരക്കാണ്. ഇത്രയും വലിയ കോട്ട വീലി, ഇത്രയും ആൾക്കാരും. ട്രിപ്പ് ഫുള്ളായി കാശ് കറങ്ങിയിരിക്കുന്നു. നമ്മൾ ഏകദേശം അടുത്തോട്ട് എത്തി. ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി, കറങ്ങിക്കൊണ്ടിരിക്കുന്നു കാര്യം. നേരത്തെ അല്ല, ഇപ്പോഴാണ് ശരിക്കും ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയത്. സ്പീഡാവുന്നു കാര്യം, സ്പീഡാവുന്നു. ഓ ഈ ചക്രത്തിലാണ് ഈ സാധനം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. 3 ഏക്കർ അപ്പുറത്തും 3 ഏക്കർ ഇപ്പുറത്തും. തൊട്ടടുത്തെത്തി ഗൈസ്, പക്ഷെ കഴിഞ്ഞ പോലെ തോന്നുന്നു. വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ തൊട്ട് മുമ്പായിട്ട് സംഭവം ഫീലാവും. ഗൈസ്, നമ്മളപ്പോൾ സാധനത്തിൽ കയറിയിട്ടുണ്ട്. കറങ്ങാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയെന്നാണ്. ഇല്ല, ഇനി ആളെ കയറ്റാണ്ട് താഴെ നാളെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചക്കിൻ്റെ താത്താണ്. വ്ലോഗിൽ കാണിക്കാൻ താല്പര്യമില്ലാത്ത 3 പേര് ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. അപ്പം അത്യാവശ്യം അലർച്ച കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും അല്ലേ? ഉണ്ടാവും ഉണ്ടാവും. ഇതാണ് ഒച്ച, പേടിയുടെ ഒച്ച. അതിനയച്ചായിട്ട് പേടിയാട്ടാ. അതുകൊള്ള മതിയായിരുന്നല്ലേ? ആദ്യത്തെ ധൈര്യമൊക്കെ പോയി. മതികളെ കാണാൻ നിർത്തണം. അയ്യോ, ആദ്യത്തെ ഒരു ധൈര്യം മാത്രം ഉണ്ടാവട്ടെ. അത് കഴിഞ്ഞ് ധൈര്യമൊക്കെ എങ്ങോട്ടോ ചോർന്നു പോയി. ഓ, ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. കേറാൻ നിൽക്കാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ള നാശത്തിലാണ് നിങ്ങളുടെ പോക്ക്. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യവന്മാര്. കാരണം ഞങ്ങൾക്ക് വെറുതെ ഫ്രീ ആയിട്ട് ഏറ്റവും മുകളിൽ വരെ പോകാൻ പറ്റും. വാവേ ഹായ്.
അല്ല മൈൻഡ് ഇടാൻ നോക്കി. അതിനുള്ള ധൈര്യം ചോർന്നു പോയത്. ഞങ്ങളുടെ സ്റ്റോപ്പ് എത്തി ഗൈസ്. അടുത്ത ഞങ്ങളുടെ സ്റ്റോപ്പാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. സ്റ്റോപ്പ് എത്തി. വിവരങ്ങളൊക്കെ താഴെ ചെന്നിട്ട് എൻ്റെ അമ്മേ എനിക്ക് പെട്ടെന്ന് നടന്നൊരു വേറെ വരും. എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞേ? ഇഷ്ടപ്പെട്ടില്ലേ? പേടിയായ എൻ്റെ ഒപ്പം ഒരു 3 പെൺപിള്ളേരുണ്ടായിരുന്നു. കണ്ടില്ലേ? എനിക്ക് ഫേസ് കാണിക്കാൻ താല്പര്യമില്ല വീഡിയോയിൽ. അപ്പൊ ആദ്യത്തെ ഒരു 3 റൗണ്ട് ഞാൻ അവർക്ക് ധൈര്യം കൊടുത്തത്. 4ാമത്തെ റൗണ്ടോട്ട് ഞങ്ങൾ 4 കൂടെ ഒരുമിച്ച് ധൈര്യം സംഭരിച്ചിരുന്നു. 5ാമത്തെ റൗണ്ടിൽ കിളി പോയി. കരച്ചിലേ ഒരു രക്ഷയില്ല. ഇതിന്റെ പേരാണ് എന്തോ വഞ്ചി. കറങ്ങി വന്നപ്പോ കിളി പോയെങ്കിൽ ഇത് വരുമ്പോ കിളി പറക്കും. പിന്നെ കിട്ടൂല കിളിനെ. സൗണ്ട് വരെ പോയി ആ കറക്കത്തില്. ഒച്ചപ്പാടായിരുന്നല്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു പരിപാടി ചെയ്യാൻ പോവുകയാണ്. ആച്ചണ്ട എന്താ എൻ്റെ പ്രൈസ് നോക്കട്ടെ. നെക്സ്റ്റ് പരിപാടി ാണ്. നമുക്ക് ബലൂൺ വെടി വെക്കാൻ പറ്റുമോ നോക്കാം. ക്ലാസ് കയറി ഇവരുടെ കാശ് ഒക്കെ ഉണ്ടാവുള്ളൂ. നമുക്കിവിടെ 5 ഷോട്ട് കിട്ടും. 5 ബലൂൺ പൊട്ടിച്ചെന്നാൽ തരും. ട്രൈ ചെയ്ത് നോക്കാം. പറയാൻ പാടില്ല. മരണക്കിടവിൽ നടത്തുന്ന ജീവൻ മരണ പോരാട്ടം മൂന്നെണ്ണം പൊട്ടിച്ചില്ലേ? 3 പൊട്ടിച്ച 3 ബലൂൺ പൊട്ടിച്ച് 2 റൗണ്ട് പൊട്ടിച്ചില്ലെങ്കിൽ എന്തെങ്കിലും തന്നെ ഒരമ്പം വേണ്ട. കഴിഞ്ഞു. അവര് വന്നോണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? എങ്ങനെയുണ്ട് ബാവേ? ഒരു 5 മിനിറ്റ് നമുക്ക് സൈലന്റ് കിട്ടുന്നില്ല. എന്താ ചെയ്യാ? ഓ ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ കോളിഫ്ലവർ ബജി മേടിച്ചുകൊണ്ട് ഞാനുണ്ട്, ഭാവിയുണ്ട്, ചേച്ചിയുണ്ട്. ചേച്ചി വെച്ചാൽ മേടിച്ചിട്ടുണ്ട്. തിന്നുകൊണ്ട് കടത്താന്നിരിക്കുക. ഭയങ്കര ഒച്ചപ്പാടും തോളും. അതിൻ്റെ ആ പാട്ട് ഞങ്ങൾ വേറെ ചേച്ചിയുടെ ഫോണിൽ പറഞ്ഞു മേടിച്ച് പ്രകാശപൂരിതമായിട്ട് തന്നെ പ്രേതം പതിക്കണം. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ ഭയങ്കര ഒച്ചപ്പാടും തോളും. ഇപ്പം കേൾക്കണ്ടാവും പാട്ടും കാര്യങ്ങളൊക്കെ. റൈഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനാകെ ഒരു റൈഡും പിന്നെ മറ്റേ ബലൂക്കരയിലും കയറി. ത്രിൽ അവിടെ ഒന്ന് ഇരുന്ന് പാട്ട് കേൾക്കാന്ന് അതുകൊണ്ട് ഞങ്ങൾ കടലിൻ്റെ ഒന്ന് ബീച്ച് പിള്ളേരെ കളിക്കുന്നുണ്ട്. ഇവിടെ വന്നിരുന്നുകൊണ്ട് ബജി തിന്നു. ലെറ്റ്സ് ഈറ്റ് ലേറ്റർ. ഞാൻ കോളിഫ്ലവർ കഴിച്ചിട്ട് വരാം. എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹം ജയന്റ് വീലിൽ കയറാനുള്ളത്. പാകത്തിന് എന്ത് ചെയ്യുന്നു? എന്നെ ഒന്ന് കൂടി കയറ്റിക്കുകയാണെങ്കിൽ വെല്ലുവിളിയാണോ? കാശില്ല. എനിക്കറിയാലോ. അതല്ല ധൈര്യം. കടവരവിടെ അവിടെ നടന്നിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് പോയിക്കുന്ന തിരക്കിപ്പെടും. അങ്ങോട്ട് വയ്ക്കുന്ന തിരക്കിപ്പെടും. ഞാൻ കുറെ നോക്കിയാണ് അവിടെ പോകാനായിട്ട് രക്ഷയില്ല. അടുക്കാൻ പറ്റണല്ലോ ഗൈസ്. ഞാൻ ഈ പെണ്ണിനെ ഇവിടെ നിന്ന് പോകാൻ നോക്കിയായിരുന്നു. ഇതിനകത്ത് കയറണമെന്ന്. എന്ത് ധൈര്യത്തിലാണ് ടിക്കറ്റ് എടുത്തതെന്ന് പറഞ്ഞൂടാ. 3 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതും കൊണ്ടിന് പോലെ കയറിയിട്ട് എനിക്കറിയാൻ പാടില്ല. അതെ, ഗോവയിൽ പോയിട്ട് ഞാൻ പേടിച്ച് പാരച്യൂട്ടി കയറിയില്ല. അതിന്റെ ഒരു സീനോണ്ട് ഇപ്പൊ തീർത്തോണ്ടിരിക്കണം. ഈശ്വര എന്താവോ എന്തോ. ഇത് തുടങ്ങി കഴിഞ്ഞാൽ പതിക്ക് വെച്ച് സ്റ്റോപ്പില്ലട്ടാ. ബാക്കി വല്ല ഉണ്ടെങ്കിൽ ഇടപ്പില്ലല്ലോ. 3 അയ്യോ
സെറ്റാണോ? ഞാനത് കയറിക്കോളാം. കയറൊക്കെ വെച്ച് കെട്ടിയാണ് വിട്ടേക്കണം. എന്താവോ എന്തോ. ഈ റൈഡിന്റെ പേര് ഞാൻ കണ്ടുപിടിച്ച്, ബ്രേക്ക് ഡാൻസ്. എഴുതി വെച്ചേക്കണുണ്ടോ? ഇതാണ് എൻ്റെ പേര്, ബ്രേക്ക് ഡാൻസ്. വെയിറ്റിംഗ് ആണ്, വെയിറ്റിംഗ്. ഏരിയ കയറരുതെന്ന് ആഗ്രഹിച്ചോ അതിൽ തന്നെ എന്നെ വിളിച്ച് കയറ്റിയിട്ടുണ്ട്. ഐ എം സോ ടെൻസ്. ഓ യൂട്യൂബ് വേണ്ട. ഓ ആ വേണ്ടേ? എൻ്റെ പേരാ, ചാനലിൻ്റെ പേരാ എക്സ്പ്ലോർ വിത്ത് സ്രാങ്ക്. നോക്കിയേക്കണേ, 2 ദിവസം കഴിയുമ്പോൾ വീഡിയോ വരും. കാട്ടെ. ഇവരൊക്കെ ഇങ്ങനെ ധൈര്യത്തിലിരിക്കണേ. ഓപ്പോസിറ്റ് നടക്കല്ലേ. മതി മതി. കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാണ്. കഴിച്ചു അതൊക്കെ ലോക്ക കഴിഞ്ഞ പോലെയാടാ. ഓ ഇതാണല്ലോ കെട്ടിയിട്ട്. ഓടരുത്. വേണ്ട വേണ്ട, അതിനോട് പറഞ്ഞല്ലേടാ ഞാൻ. കരയേണ്ടായിരുന്നുണ്ട്. ആഹാ ബാ. എൻ്റെ പൊന്നു, അടിപൊളിയായിരുന്നു. സൗണ്ടൊക്കെ പോയി. വീട്ടിൽ ചെല്ലട്ടാ, വീട്ടിൽ ചെന്നിട്ട് പറയാം. ഹേ ഗായ്സ്, അഴീക്കോട് ബീച്ച് ഫെസ്റ്റിൽ പോയ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹ പൂർത്തീകരണം നടത്താൻ പറ്റി. അതുപോലെ തന്നെ ഒട്ടും ആഗ്രഹിക്കാത്തൊരു സംഭവം കൂടി ഞാൻ പൂർത്തീകരിച്ചു. അപ്പം ആ ഒരു നിർവൃതിയോടുകൂടി ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് നിർത്തിയതിന്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കൺ കൂടി ടിങ് ടിങ്. അപ്പോൾ ഓക്കെ, ബൈ.